വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. നമുക്കറിയാം, ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ, അതിനുശേഷം ഒരു രണ്ടാം വട്ട ചർച്ച ദോഹയിൽ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്നാണ് US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നാലെ ഇറാൻ US ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ല എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചർച്ചയും ഖത്തറിൽ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഈ ചർച്ചയോടുകൂടി ഒരു അന്തിമ കരാർ, അതുമായുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സമാധാനം അവിടെ പുലരുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരം ചില പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഹോർമൂസിൽ സ്വതന്ത്രമായ സഞ്ചാരം, കപ്പലുകളുടെ സഞ്ചാരം, അതോടൊപ്പം തന്നെ ഇറാൻ ആണവശക്തിയാകരുത്, ഇത്തരം ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ടാക്കുകയും താൽക്കാലിക കരാറിലേക്ക് പോവുകയും 60 ദിവസത്തെ തുടർ ചർച്ചകൾക്ക് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിനാണ് വീണ്ടും ഇത്തരം ചർച്ചകൾ, മധ്യസ്ഥ രാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ചകൾ തുടരാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാനും അമേരിക്കയും വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അടിസ്ഥാന വിഷയങ്ങളിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതുവരെ യോജിപ്പുണ്ടായിട്ടില്ല. അവിടെയാണ് ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ച മാറ്റിവെച്ചത്. ഇറാൻ പ്രതിനിധികൾ എത്തില്ല എന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു. തുടർന്നാണ് ഖത്തർ ഇങ്ങനെ ഒരു വിവരം അറിയിക്കുന്നത്. അതേസമയം വിറ്റ്കോഫും കുഷ്ണറും രണ്ടുപേരും അമേരിക്കയുടെ പ്രതിനിധികളാണ്. ഇരുവരും ഖത്തറിലെത്തുകയും ഈ ചർച്ചയ്ക്ക് കാത്തിരിക്കുകയും ചെയ്തു. പക്ഷേ ഇറാൻ്റെ പ്രതിനിധികൾ എത്താത്തതിനെ തുടർന്ന് ചർച്ച മുടങ്ങുകയായിരുന്നു. അതോടൊപ്പം തന്നെ മജീദ് അൻസാരി, അദ്ദേഹം ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവാണ്. അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഒരു ചർച്ചയുടെ തീയതി നിശ്ചയിച്ചിട്ടില്ല, എപ്പോൾ ചർച്ച നടക്കും എന്ന കാര്യവും അനിശ്ചിതമായി തുടരുന്നു. രഞ്ജിത്ത്, മറ്റൊരു കാര്യം കൂടി നമ്മൾ വളരെ ശ്രദ്ധേയമായി കാണേണ്ടത്, 9-ാം തീയതിയാണ് ഖമേനിയുടെ സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ള. ആയത്തുള്ള ഖമേനി ഫെബ്രുവരി 28-ന് കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 4-ാം തീയതി സംസ്കാരത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിക്കും. 4 മുതൽ 9 വരെ ചടങ്ങുകളും 9-ാം തീയതി സംസ്കാരവുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇറാൻ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് നടക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. പ്രത്യേകിച്ച് ഈ സംഘർഷം തുടരുകയാണ്. ഒരുപക്ഷെ ഇറാനിലെ നേതാക്കളെ ലക്ഷ്യം വെച്ച് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ കാര്യങ്ങളെ ബാധിക്കും. അതിന് വേറൊരു മാനം കൈവരും. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നീക്കങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഈ സമാധാന ചർച്ചയിലേക്ക് പോയാൽ 9-ാം തീയതിയുള്ള ചടങ്ങൊക്കെ തന്നെ സുഗമമായി നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇറാൻ ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എന്നാൽ ഈ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചതായുള്ള ഏതെങ്കിലും അറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇല്ല. അവർ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ 4 മുതൽ 9 വരെ ഇതിൻ്റെ ചടങ്ങുകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 60 ദിവസത്തെ കാലാവധി, ആ കാലാവധിക്കുള്ളിൽ മറ്റൊരു കരാർ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.